വൈകാരികമായ വേദനകളെ എങ്ങനെ തരണം ചെയ്യാനാകും? ഈ പ്രത്യേക കാലഘട്ടത്തിൽ എല്ലാ വ്യക്തികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വൈകാരികമായ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ്. സ്കൂളിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ടീച്ചേഴ്സിൽ നിന്ന് വരുന്ന പ്രശ്നമാകാം, അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് വരുന്ന പ്രശ്നമാകാം, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് വരുന്ന പല തരത്തിലുള്ള വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാകാം. ഇനി മുതിർന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. ഇങ്ങനെ നമ്പർ ഓഫ് വിഷയങ്ങൾ നമ്മുടെ വൈകാരിക ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വഷളായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയെ നഷ്ടമാകുമ്പോൾ, അല്ലെങ്കിൽ പാരൻസിന് കുഞ്ഞുങ്ങളെ നഷ്ടമാകുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാരൻസിന് നഷ്ടമാകുമ്പോൾ, ഇങ്ങനെ ഒരു നഷ്ടബോധം ഉണ്ടാകുമ്പോൾ വരുന്ന വൈകാരിക പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ തീവ്രമായ വൈകാരിക പ്രശ്നങ്ങളാണ്. അതല്ലെന്നുണ്ടെങ്കിൽ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു സ്നേഹബന്ധത്തിനകത്ത് ഉലച്ചിൽ തട്ടുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഫ്ലോപ്പ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്. സോ ഈ പ്രശ്നങ്ങളെ എങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഈ ഒരു പ്രശ്നത്തെ, അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതിയിൽ വരുന്നൊരു പ്രശ്നത്തെ, എൻ്റെ വ്യക്തിത്വത്തിൽ വരുന്ന ഇങ്ങനെ ഒരു പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം? പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡായിട്ട് തന്നെ ഇരിക്കും. ഒന്നും ചെയ്യാനായിട്ടുള്ള ഊർജ്ജവുമില്ലാതെ, നമ്മുടെ ദൈനംദിന കാര്യങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് നമ്മളൊരു ഉത്സാഹമില്ലാതെ സാഡ്നസ്സിൽ ഇങ്ങനെ തുടരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ ഭാവിയെ ചിലപ്പോൾ പ്രശ്നത്തിലാക്കാം. നമ്മുടെ വരുമാന മാർഗത്തെ, അല്ലെങ്കിൽ ബിസിനസ്സിനെ, അല്ലെങ്കിൽ പ്രൊഫഷനെയൊക്കെ നമുക്കത് ദോഷകരമായി ബാധിക്കാം. കുട്ടികളാണെങ്കിൽ ഫ്യൂച്ചറിനെ അത് പ്രതിസന്ധിയിലാക്കാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വൈകാരിക പ്രശ്നങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഉത്തരവാദിത്വം ഓരോ വ്യക്തികൾക്കും തന്നെയാണ്. അപ്പോൾ എനിക്ക് സങ്കടം വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എനിക്ക് ദേഷ്യം വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ വിഷമിച്ച് സങ്കടപ്പെട്ട് ഡിപ്രസ്ഡായിട്ട് ഇരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. സോ ആ വൈകാരിക പ്രശ്നങ്ങളെ, അത് ദേഷ്യമാകട്ടെ, വിഷമമാകട്ടെ, അത്തരത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെ നേരിടണമെന്ന് എൻ്റെ മനസ്സിനെ എനിക്കൊന്ന് ട്യൂൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, പഠിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, മൈൻഡ് കുറച്ചുകൂടെ നല്ല രീതിയിൽ, ഞാൻ പറയുന്ന രീതിയിൽ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മൈൻഡ് എന്നോട് സഹകരിക്കും. സോ മൈൻഡിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിനകത്തുള്ള സൊല്യൂഷൻ. സോ മൈൻഡിനെ ശക്തിപ്പെടുത്താൻ, മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി ഉപാധികൾ, ഒത്തിരിയേറെ വഴികൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പം നമുക്ക് ആ വ്യക്തിക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ട് നമ്മുടെ മനസ്സിനെ ബോൾഡാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, എൻ്റെ ശരീരത്തിനൊന്ന് പുഷ്ടിപ്പെടുത്തണം, ശരീരത്തിനൊന്ന് ആരോഗ്യമായിട്ട് വെക്കണം എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല പോഷകാഹാരങ്ങൾ കഴിക്കും. അതുപോലെ നല്ല സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ജിംനേഷ്യത്തിൽ പോവുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സസൈസ് ചെയ്യുകയോ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് വെക്കും. സോ ഇതുപോലെ നമ്മുടെ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപാധികൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി, അങ്ങനെ നമ്മുടെ മൈൻഡിന് ഒരു ബോൾനെസ് കൊടുക്കുന്ന, സ്ട്രെങ്ത് കൊടുക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ, എൻപവർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ വൈകാരിക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റും. സോ അതിനുവേണ്ടി ഒരു പക്ഷേ നിങ്ങൾക്കൊരു നല്ല ലൈഫ് സ്പെഷ്യലിസ്റ്റിനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് നിങ്ങൾക്ക് ഒരു പക്ഷേ സ്വീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നിങ്ങൾക്ക് കണ്ടെത്തി നിങ്ങളുടെ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ വൈകാരിക പ്രശ്നങ്ങൾ നിങ്ങളെ തളർത്താതെ അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഊർജ്ജം സ്വായത്തമാക്കാൻ സാധിക്കും.